നമസ്കാരം, എല്ലാവർക്കും അഡ്വർടൈസിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന എക്കണോമിക് ഇമ്പാക്ട് ഓഫ് അഡ്വർടൈസ്മെന്റ് ഓർ ദ എക്കണോമിക് ആസ്പെക്ട് ഓഫ് അഡ്വർടൈസിംഗ്. സോ നമ്മളൊക്കെ ഡേ ടു ഡേ ലൈഫിൽ ധാരാളം അഡ്വർടൈസ്മെന്റ് കാണുന്ന ആൾക്കാരാണ്. ഈ അഡ്വർടൈസ്മെന്റ് എങ്ങനെ എക്കോണമിയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് അഡ്വർടൈസിംഗ് എന്നുള്ളതിനെ കുറിച്ച് അതിന്റെ അഡ്വാൻറ്റേജസും ഫീച്ചേഴ്സും ഒക്കെ നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു economic impact of advertising. സമയം കളയണ്ട. Then economic impact of advertising. The advertising does have impact on the various economic issues. It affects the value of the product, the price of goods and services, the competition in the market, the business cycle and the consumer choice. So നമുക്കറിയാം അഡ്വർടൈസ്മെന്റ് ഉള്ളത് കൊണ്ട് നമുക്കിന്ന് വാല്യുബിൾ ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകൾ ലഭിക്കാൻ തുടങ്ങി. നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ പ്രൈസിനകത്ത് ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഫെയർ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് വന്നു. അല്ലെങ്കിൽ മാർക്കറ്റിലെ കോമ്പറ്റീഷൻ ഏറ്റവും നല്ല രീതിയിൽ സ്ട്രോങ് ആയി ഫെയർ ആയി. ബിസിനസ് സൈക്കിൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു. കൺസ്യൂമേഴ്സിന്റെ നമ്മളെ പോലുള്ളവരുടെ ചോയ്സ് ഇൻക്രീസ് ചെയ്തു. തുടങ്ങി എക്കോണമിയിൽ ധാരാളം ഇമ്പാക്റ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ദ എക്കണോമിക് ഇമ്പാക്ട് ഓഫ് അഡ്വർടൈസിംഗ് ഈസ് എക്സ്പ്ലെയിൻഡ് ആസ് ഫോളോസ്. മെയിൻ ആയിട്ട് പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ധാരാളം പോയിന്റുകൾ ഉണ്ട്. ഒരു 10-12 പോയിന്റുകൾ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഏതൊക്കെ മേഖലകളിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, ദ പ്രൈസ്, ഡിമാൻഡ്, കോമ്പറ്റീഷൻ, കൺസ്യൂമർ ചോയ്സ്, ബിസിനസ് സൈക്കിൾ, നാഷണൽ ഇൻകം, യൂട്ടിലിറ്റി, എംപ്ലോയബിലിറ്റി ഓർ എംപ്ലോയ്മെന്റ്, ദ പ്രോഡക്റ്റ് ക്വാളിറ്റി. സോ നിരവധി എന്താണ് മേഖലകളിൽ അഡ്വർടൈസ്മെന്റ് എക്കോണമിയിൽ ഇമ്പാക്ട് സംഭവിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ മേഖലകളിലൊക്കെ ഒരു ഇമ്പാക്ട് സംഭവിക്കുന്നത് എന്നുള്ളത് ഈ ക്ലാസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, എഫക്ട് ഓൺ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ ഒരു എഫക്ട് ഉണ്ടാക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ എക്കോണമിയിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ എന്ത് വ്യത്യാസമാണ് അഡ്വർടൈസിംഗിൽ കൊണ്ടുവരാൻ സാധിച്ചത്? Advertising create the demand and expand the market size. This result in mass production. നമ്മൾ എത്രയാണ് അഡ്വർടൈസ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? അഡ്വർടൈസ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് മാർക്കറ്റിൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് സെയിൽസിനെ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ അഡ്വർടൈസിംഗ് എന്ന് പറയുന്ന ഒരു സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ് കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ ടെക്നിക്സ് കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം മാർക്കറ്റിൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക. മാർക്കറ്റ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? മാർക്കറ്റിന് എക്സ്പാൻഷൻ സംഭവിക്കും. നമ്മുടെ മാർക്കറ്റ് സൈസ് ഇൻക്രീസ് ചെയ്യും. മാർക്കറ്റ് സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഭാഗമായിട്ട് നമുക്ക് മാസ് പ്രൊഡക്ഷൻ പോസിബിൾ ആകും. മാസ് പ്രൊഡക്ഷൻ പോസിബിൾ ആകുമ്പോഴോ ദ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ലീഡ്സ് ടു ലോവർ പെർ യൂണിറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മുടെ പെർ യൂണിറ്റ് കോസ്റ്റ് നമുക്ക് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെ, ഇന്ന് ഞാൻ എന്റെ കമ്പനിയിൽ 50 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്റെ കമ്പനിയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 100 യൂണിറ്റ് ആണെന്നിരിക്കെ ഞാൻ 50 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ യൂണിറ്റിന്റെ 50% ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ. 50% ഇപ്പോഴും ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ഞാൻ അഡ്വർടൈസ്മെന്റ് കൊടുത്തു, മാർക്കറ്റിൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തു. ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തപ്പോൾ എന്റെ മാർക്കറ്റ് സൈസ് ഇൻക്രീസ് ചെയ്തു. സ്വാഭാവികമായിട്ട് എനിക്ക് മാസ് പ്രൊഡക്ഷൻ ഉള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഞാൻ പ്രൊഡ്യൂസ് ചെയ്താൽ മേടിക്കാൻ മറുവശത്ത് കൺസ്യൂമേഴ്സ് ഉണ്ട് എന്നൊരു വിശ്വാസം വന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ബൾക്ക് പർച്ചേസ് നടത്തി. ബൾക്കായിട്ട് റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തു. അവിടെ എനിക്ക് എന്താണ്? ബൾക്ക് ഡിസ്കൗണ്ട് അലൗഡ് ആയി. ലാർജ് സ്കെയിൽ എനിക്ക് പർച്ചേസ് തന്നപ്പോ സ്വാഭാവികമായിട്ടും എനിക്ക് അവിടെ ഡിഡക്ഷൻസ് കിട്ടി, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് അലൗഡ് ആയി. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറഞ്ഞു. 2 പ്രാവശ്യമായി ഞാൻ കൊണ്ടുവന്ന റോ മെറ്റീരിയൽ എനിക്ക് ഒരു പ്രാവശ്യമായിട്ട് ഒറ്റയടിക്ക് കൊണ്ടുവരാൻ സാധിച്ചപ്പോൾ എന്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറഞ്ഞു. 50 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന എന്റെ പ്ലാന്റിൽ ഞാൻ സിംഗിൾ ടൈമിൽ 100 യൂണിറ്റ് ഫുൾ കപ്പാസിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പം എനിക്ക് ഇലക്ട്രിസിറ്റി ചാർജ്, ലേബർ ചാർജ് കുറയ്ക്കാനായിട്ട് സാധിച്ചു. ഇങ്ങനെ ഓരോ മേഖലകളിലും എനിക്ക് റിഡക്ഷൻസ് വന്നു. ഓരോ മേഖലകളിലും എനിക്ക് പൈസ അല്ലെ കോസ്റ്റ് എനിക്ക് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചു. സ്വാഭാവികമായിട്ടും എന്താണ്? ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാൻ സാധിച്ചു. ഇതിനൊക്കെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണ്? അഡ്വർടൈസ്മെന്റ് ആയിരുന്നു. അപ്പൊ അഡ്വർടൈസ്മെന്റ് എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ ഒരു എഫക്ട് ഉണ്ടാക്കുന്നതും അതുകൊണ്ട് സൊസൈറ്റിയിൽ എന്ത് സംഭവിച്ചു? ലോ കോസ്റ്റിൽ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചു. ലോ കോസ്റ്റിൽ സാധനം പ്രൊഡ്യൂസ് ചെയ്താൽ നമ്മുടെയൊക്കെ കുറഞ്ഞ പൈസക്ക് സാധനം മാർക്കറ്റിൽ എത്തിക്കാനും മാനുഫാക്ചേഴ്സിന് സാധിക്കും. അപ്പൊ ഒന്നാമത്തെ എഫക്ട് എന്താണ്? എഫക്ട് ഓൺ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. സെക്കൻഡ് പോയിന്റ് എന്താ പറയുന്നത്? എഫക്ട് ഓൺ കോസ്റ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ട്രിബ്യൂഷൻ ചാനലും ഇതുപോലെ നമുക്ക് എഫക്റ്റ് ആക്കി മാറ്റാനായിട്ട് സാധിച്ചു, അല്ലെങ്കിൽ എഫക്റ്റീവ് ആക്കി മാറ്റാൻ സാധിച്ചു. അഡ്വർടൈസിംഗ് റിസൾട്ട് ഇൻ റിഡക്ഷൻ ഇൻ പേഴ്സണൽ സെല്ലിംഗ്. അല്ലെ, അഡ്വർടൈസിംഗ് വന്നതോടുകൂടി പേഴ്സണൽ സെല്ലിംഗ് എക്സ്പെൻസ് നമുക്ക് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചു.
കാരണം എന്തുകൊണ്ടാണ്? Then advertising result in reduction in personal selling expense as buyers are already aware and have detailed knowledge of the products. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രോഡക്ട്സുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അവെയർ ആണ്, എഡ്യൂക്കേറ്റഡ് ആണ്. കാരണം എന്താ? അഡ്വർടൈസ്മെന്റ് ഉള്ളത് കൊണ്ട്. ഇന്നൊരു മൊബൈൽ ഫോൺ മേടിക്കാൻ പോയാൽ, ലാപ്ടോപ്പ് മേടിക്കാൻ പോയാൽ, ഫ്രിഡ്ജ് മേടിക്കാൻ പോയാൽ, TV മേടിക്കാൻ പോയാൽ നമുക്ക് പല ബ്രാൻഡുകളെ കുറിച്ച് നമുക്കറിയാം. ഓരോ ബ്രാൻഡിന്റെയും മോഡലുകളെ കുറിച്ചും ഫീച്ചേഴ്സുകളെ കുറിച്ചും ബെനിഫിറ്റുകളെ കുറിച്ചും നമ്മൾ ഇന്ന് അവെയർ ആണ്. അതെന്തുകൊണ്ടാണ്? അഡ്വർടൈസ്മെന്റ് ഉള്ളത് കൊണ്ട് നമ്മുടെ പ്രോഡക്റ്റുകളെ കുറിച്ച് ഇൻഫോംഡ് ആണ്, അവെയർ ആണ്, എഡ്യൂക്കേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ പേഴ്സണൽ സെല്ലിംഗ് എക്സ്പെൻസുകൾ കുറച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? കോസ്റ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഈസി ആക്കാനായിട്ട് സാധിച്ചു. ആൻഡ് ദേ കം ടു പർച്ചേസ് ദ പ്രോഡക്റ്റ് ദെയർ ഓൺ. സോ നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോയി മേടിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ചാനലിന്റെ ഫ്ലോ എന്താണ്? ഈസി ആക്കാനായിട്ട് സാധിച്ചു. അവിടെ വരുന്ന കോസ്റ്റ് നമുക്ക് മാക്സിമം റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ എഫക്ട് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാൻ സാധിച്ചു. കോസ്റ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എന്താണ്? റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചു. ഈ രണ്ട് ബെനിഫിറ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മൂന്നാമത് നമുക്ക് കിട്ടുന്ന എക്കണോമിക് ഇമ്പാക്ട് എന്താണ്? എഫക്ട് ഓൺ പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം സപ്പോർട്ടേഴ്സ് ഓഫ് അഡ്വർടൈസിംഗ് ആർഗ്യൂ ദാറ്റ് ഇറ്റ്സ് റിസൾട്ട് ഇൻ റിഡക്ഷൻ ഓഫ് പെർ യൂണിറ്റ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. സോ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചു, അല്ലെ പെർ യൂണിറ്റ് കോസ്റ്റ് റിഡക്ഷൻ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിച്ചു. നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് നമുക്ക് മാക്സിമം, ഡിസ്ട്രിബ്യൂഷൻ ചാനൽ കോസ്റ്റ് മാക്സിമം റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചു. അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും? നമുക്ക് പ്രോഡക്റ്റിന്റെ സെല്ലിംഗ് പ്രൈസ് കുറയ്ക്കാൻ സാധിക്കും. അപ്പൊ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അഡ്വർടൈസിംഗ് ആർഗ്യൂ ദാറ്റ് ഇറ്റ് ഈസ് റിസൾട്ട് ഇൻ റിഡക്ഷൻ ഓഫ് പെർ യൂണിറ്റ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. ദിസ് ലീഡ്സ് ടു റിഡക്ഷൻ ഇൻ പ്രോഡക്റ്റ് പ്രൈസ്. പ്രോഡക്റ്റ് പ്രൈസ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആകാൻ തുടങ്ങി. എല്ലാവർക്കും അഫോർഡബിൾ ആകുന്ന രീതിയിൽ സാധനങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആകാൻ തുടങ്ങി എന്നുള്ളതാണ് അടുത്ത ഇമ്പാക്ട് പറയുന്നത്. നെക്സ്റ്റ് ഇമ്പാക്ട് എന്താണ്? എഫക്ട് ഓൺ ഡിമാൻഡ്. മാർക്കറ്റിൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ ഇൻ കേസ് ഓഫ് ന്യൂ പ്രോഡക്റ്റ്, ഒരു പുതിയ പ്രോഡക്റ്റിന്റെ കേസ് എടുത്ത് നോക്കുക. അഡ്വർടൈസിംഗ് ക്രിയേറ്റ് ഡിമാൻഡ് ബൈ എഡ്യൂക്കേറ്റിംഗ് ദ കൺസ്യൂമേഴ്സ് ടു ദെയർ യൂസ് ഓഫ് ദ പ്രോഡക്റ്റ്. അപ്പൊ നമ്മളൊരു പുതിയ പ്രോഡക്റ്റുമായിട്ട് മാർക്കറ്റിൽ എത്തുവാണ്. കസ്റ്റമേഴ്സിന് പ്രോഡക്റ്റിനെ കുറിച്ച് അൺഅവെയർ ആണ്, എഡ്യൂക്കേറ്റഡ് അല്ല. ഇതിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചോ ഇതിന്റെ പ്ലേസ് മിക്സിനെ കുറിച്ചോ കൺസ്യൂമേഴ്സിന് യാതൊരു ധാരണയും ഇല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹെവി അഡ്വർടൈസ്മെന്റ് കൊടുക്കുവാണ്. നമ്മുടെ PLCയുടെ ഒക്കെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് എടുത്തു കഴിഞ്ഞാൽ ഒരു ന്യൂ പ്രോഡക്റ്റ് നമ്മൾ മാസ് അഡ്വർടൈസ്മെന്റ് സ്ട്രാറ്റജി യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഹെവി അഡ്വർടൈസ്മെന്റ് നമ്മൾ യൂസ് ചെയ്യും. ഒരേ ഒരു റീസണേ ഉള്ളൂ. എന്തിനാണ്? അഡ്വർടൈസിംഗ് ക്രിയേറ്റ് ഡിമാൻഡ് ബൈ എഡ്യൂക്കേറ്റിംഗ് ദ കസ്റ്റമേഴ്സ് റിഗാർഡിംഗ് ദ യൂസ് ഓഫ് എ പ്രോഡക്റ്റ്. പുതിയ പ്രോഡക്റ്റിന്റെ ഉപയോഗത്തെ കുറിച്ച് കസ്റ്റമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അവെയർ ചെയ്യുക. അങ്ങനെ അവയർനെസ് ക്രിയേറ്റ് ചെയ്താൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. For existing product, it increases the sales through suitable appeals. ഇനി നിലവിലുള്ള പ്രോഡക്റ്റ് ആണെങ്കിലോ, നിലവിലുള്ള പ്രോഡക്റ്റിന് നമ്മൾ എന്താണ്? ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള അഡ്വർടൈസിംഗ് അപ്പീൽ കൊടുക്കുക. ഓഫറുകളോ ഡിസ്കൗണ്ടുകളോ ബൈ ബാക്ക്, ക്യാഷ് ബാക്ക്, ഇങ്ങനെയുള്ള ഓഫറുകൾ കൺസ്യൂമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ അഡ്വർടൈസ്മെന്റിലൂടെ എത്തിച്ചാൽ സ്വാഭാവികമായിട്ട് കസ്റ്റമേഴ്സ് ഷോപ്പിലോട്ട് എത്തും. ഒരു സിനിമ റിലീസ് ആകുന്നു. സിനിമ റിലീസ് ആകുമ്പോൾ ഏറ്റവും കൂടുതൽ റവന്യൂ കിട്ടുന്ന അതിന്റെ ഇനിഷ്യൽ ഡേയ്സിലാണ്. ആദ്യത്തെ 1, 2, 3 ദിവസങ്ങളിലാണ് മാക്സിമം എന്താണ് അവർക്ക് റവന്യൂ ഏൺ ചെയ്യാൻ പറ്റുന്നത്. കാരണം അതിന്റെ റിവ്യൂ വരുന്നതിന് മുമ്പ് തന്നെ എന്താണ് മാക്സിമം റവന്യൂ അവർക്ക് ഏൺ ചെയ്യാൻ പറ്റണം. എന്താണ് എല്ലാ സിനിമാക്കാരും ചെയ്യുന്നത്? ഹെവി അഡ്വർടൈസ്മെന്റ് സ്ട്രാറ്റജിയാണ് ചെയ്യുന്നത്. എന്തിനാണ്? എഡ്യൂക്കേറ്റിംഗ് ദ കസ്റ്റമേഴ്സ് റിഗാർഡിംഗ് ദ യൂസ് ഓഫ് എ പ്രോഡക്റ്റ് എന്ന് പറയുന്ന സെയിം രീതിയിൽ ആ സിനിമ എന്താണെന്നുള്ളതിനെ കുറിച്ച് കൺസ്യൂമേഴ്സിന് എടുക്കാൻ മാക്സിമം അവയർനെസ് കൊടുത്ത് അവരെ മോട്ടിവേറ്റ് ചെയ്ത് ഫസ്റ്റ് ഡേ എന്താണ് തിയേറ്ററിലൂടെ എത്തിക്കുക എന്നുള്ളതാണ്. സോ എഫക്ട് ഓൺ ഡിമാൻഡ്. ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അഡ്വർടൈസ്മെന്റ് യൂസ് ചെയ്യാം. എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റുകൾക്ക് നമുക്കറിയാം പത്രങ്ങളിലും TVയിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും ഓഫറുകൾ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ എന്താണ്? എഫക്ട് ഓൺ ഡിമാൻഡ്. മാർക്കറ്റിൽ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ, ഓഫ് സീസണിലുള്ള പ്രോഡക്റ്റുകൾക്ക് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ ഒക്കെ നമുക്ക് എന്താണ്? അഡ്വർടൈസ്മെന്റ് യൂസ് ചെയ്യാം. ദെൻ നമുക്ക് സമ്മർ സീസണിൽ മാത്രം കൂടുതൽ സെയിൽ നടക്കുന്ന ഒരു AC-യുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ മൺസൂണിൽ അവർക്ക് സെയിൽ ഇല്ല, മഴക്കാലമാണ്, ആരും മേടിക്കുന്നില്ല. സോ ഉടനെ അവർ എന്ത് ചെയ്തു? മൺസൂൺ ഓഫർ എന്ന് പറഞ്ഞൊരു അഡ്വർടൈസ്മെന്റ് കൊടുത്തു. ദെൻ 40% ഓഫർ, 30% ഓഫർ, മൺസൂൺ ഓഫർ ആണ്. എന്ത് സംഭവിച്ചു? മാർക്കറ്റ് ഡിമാൻഡ് വന്നു, കസ്റ്റമർ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തു. സോ എഫക്ട് ഓൺ ഡിമാൻഡ്. അപ്പം എക്കോണമിയിൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അഡ്വർടൈസ്മെന്റ് നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എഫക്ട് ഓൺ കോമ്പറ്റീഷൻ. കോമ്പറ്റീഷനകത്തൊരു എഫക്ട് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ആരൊക്കെ തമ്മിലാ? പ്രൊഡ്യൂസേഴ്സ് തമ്മിൽ, മാനുഫാക്ചറേഴ്സ് തമ്മിൽ, സ്പോൺസേഴ്സ് തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഒരു ഫെയർ കോമ്പറ്റീഷൻ കൊണ്ടുവന്നു.
അഡ്വർടൈസിംഗ് പ്രൊമോട്ട് കോമ്പറ്റീഷൻ among ഡിഫറെന്റ് ബ്രാൻഡ് ഓഫ് എ സെയിം പ്രോഡക്റ്റ്. സെയിം പ്രോഡക്റ്റിന്റെ ഡിഫറെന്റ് ബ്രാൻഡുകൾ തമ്മിൽ ഒരു സ്ട്രോങ് കോമ്പറ്റീഷൻ വന്നു. അതിന്റെ ബെനിഫിറ്റ് ആർക്ക് കിട്ടി? സൊസൈറ്റിക്ക് കിട്ടി, അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള സാധാരണ കൺസ്യൂമേഴ്സിന് കിട്ടി. എന്താ കിട്ടിയത്? ദ കമ്പനി ഓഫറിംഗ് എ ഗുഡ് ക്വാളിറ്റി പ്രോഡക്റ്റ് അറ്റ് റീസണബിൾ പ്രൈസ് ഗെറ്റ് ആൻ അഡ്വാൻറ്റേജസ് ഇൻ ദ കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ വന്നപ്പോൾ നമുക്ക് കിട്ടിയ ഏറ്റവും ബെനിഫിറ്റ് എന്ന് പറയുന്നതാണ് ഓഫറിംഗ് ഗുഡ് ക്വാളിറ്റി പ്രോഡക്ട്സ് അറ്റ് റീസണബിൾ പ്രൈസ്. കുറഞ്ഞ പൈസക്ക് ക്വാളിറ്റി പ്രോഡക്റ്റ് നമുക്ക് കിട്ടി. when one company offers certain schemes, other company also follow it. നമ്മുടെയൊക്കെ മൊബൈൽ ഫോണില് നെറ്റ്വർക്ക് അവൈലബിൾ ആണ് അല്ലെ? ഓരോ നെറ്റ്വർക്കും ഓരോ സർവീസ് പ്രൊവൈഡർ തരുന്നതാണ്. ജിയോയോ അല്ലെങ്കിൽ VI, വോഡോഫോൺ ഐഡിയയോ എയർടെല്ലോ BSNL ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന നെറ്റ്വർക്ക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ എന്തുകൊണ്ടാണ് ഇത്ര റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ ക്വാളിറ്റി പ്രോഡക്റ്റ് നമുക്ക് അവൈലബിൾ ആകുന്നത്? മറ്റ് പല രാജ്യങ്ങൾ തമ്മിൽ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യയിൽ എന്താണ് വളരെ റീസണബിൾ റേറ്റിൽ ക്വാളിറ്റി പ്രോഡക്റ്റ് കിട്ടുന്നു എന്നുള്ളതാണ്. കുറഞ്ഞ ചെലവിൽ അൺലിമിറ്റഡ് കോൾ കിട്ടുന്നു, കുറഞ്ഞ ചെലവിൽ നമുക്ക് എന്താണ് ഇന്റർനെറ്റ് അവൈലബിൾ ആകുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ടാണ്. അപ്പം അഡ്വർടൈസ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ കൺസ്യൂമർ എല്ലാവരും അവെയർ ആണ്, എഡ്യൂക്കേറ്റഡ് ആണ്. ഇതിലാ പ്രോഡക്റ്റിന്റെ ഫീച്ചേഴ്സിൽ, ബെനിഫിറ്റില്, ഓഫറുകളില്, സ്കീമുകളില് കൺസ്യൂമേഴ്സ് അവെയർ ആണ്, എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പൊ നമുക്കറിയാം വോഡോഫോൺ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ദെൻ ഐഡിയ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ VI രണ്ടുകൂടെ ഇപ്പൊ മേർജ് ചെയ്തു. VI എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എയർടെൽ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ജിയോ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നമുക്കറിയാം. ഓരോരുത്തരുടെയും സ്കീം അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യും? ഇത് തമ്മിൽ കമ്പയർ ചെയ്യും. കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് അവർക്ക് ക്വാളിറ്റി കുറയ്ക്കാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റണം? കോമ്പറ്റേറ്റീവ് പ്രൈസിൽ, റീസണബിൾ പ്രൈസിൽ പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കണം. അപ്പം ആർക്കാ ബെനിഫിറ്റ് കിട്ടിയത്? കൺസ്യൂമേഴ്സിന് ബെനിഫിറ്റ് കിട്ടി. അഫോർഡബിൾ റേറ്റിൽ, റീസണബിൾ പ്രൈസിൽ ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റുകൾ ആൻഡ് സർവീസുകൾ നമുക്ക് അവൈലബിൾ ആയി എന്നുള്ളതാണ് നെക്സ്റ്റ് വൺ പറയുന്നത്. അടുത്തത് പറഞ്ഞിരിക്കുന്നത് എഫക്ട് ഓൺ കൺസ്യൂമർ ചോയ്സ്. നമ്മുടെ ചോയ്സുകൾ ഇൻക്രീസ് ചെയ്തു, ശരിയല്ലേ? ദെൻ നമുക്ക് അഡ്വർടൈസ്മെന്റ് ഇല്ല, നമുക്ക് ബ്രാൻഡുകളെ കുറിച്ച് അറിയില്ല, നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റുകളെ കുറിച്ച് അറിയില്ല, അല്ലെങ്കിൽ എന്താണ് സെയിം പ്രോഡക്റ്റിന്റെ ഡിഫറെന്റ് ബ്രാൻഡുകളെ കുറിച്ച് നമുക്ക് അറിയില്ല. ഈ സിറ്റുവേഷനിൽ നമ്മളെ ചൂഷണം ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. അപ്പം അഡ്വർടൈസിംഗ് വന്നത് കൊണ്ട് അഡ്വർടൈസിംഗ് ഗീവ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഡിഫറെന്റ് ബ്രാൻഡ്, പ്രോഡക്റ്റ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്, price, place of an availability, etc. Without advertising, it is impossible to know all these. Advertisement ഇല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ബ്രാൻഡുകൾ ഉണ്ടെന്നോ, ഈ ബ്രാൻഡുകൾ ഏതൊക്കെ പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ എത്തിക്കുന്നുണ്ടെന്നുള്ളതോ, അല്ലെങ്കിൽ ഇത് എവിടെ കിട്ടുമെന്നോ, ഇതിന്റെ പ്രൈസ് എന്താണെന്നോ, ഇതിനെ കുറിച്ച് ഒന്നും നമുക്കൊരു ധാരണ ഉണ്ടാകില്ല. ഇന്ന് അഡ്വർടൈസ്മെന്റ് ഉള്ളത് കൊണ്ട് നമ്മൾ ഏത് പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ പോയാലും, സോപ്പ് മേടിക്കാൻ പോയാൽ, പേസ്റ്റ് മേടിക്കാൻ പോയി കഴിഞ്ഞാൽ, കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് മേടിക്കാൻ പോയി കഴിഞ്ഞാൽ, മൊബൈൽ ഫോൺ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ, ഹോം അപ്ലയൻസ് മേടിക്കാൻ പോയാൽ, എല്ലാത്തിലും നമുക്ക് എന്താണ് ഓരോ ബ്രാൻഡുകളെ കുറിച്ച് അറിയാം. ഇത് എവിടെയൊക്കെ അവൈലബിൾ ആകുന്നു, ഇതിന്റെ പ്രൈസ് എന്താണ്, ഇതിന്റെ ഫീച്ചേഴ്സ് എന്താണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നു. അപ്പൊ നമ്മുടെ ചോയ്സ് വർദ്ധിപ്പിക്കാനായിട്ട് അഡ്വർടൈസ്മെന്റിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ എന്താണ് കൺസ്യൂമർ ഇപ്പം അവെയർ ആണ്, എഡ്യൂക്കേറ്റഡ് ആണ്, അവരെ ചീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പൊ എക്കോണമിയിൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടായി. എന്താണ്? എഫക്ട് ഓൺ കൺസ്യൂമർ ചോയ്സ്. സാധാരണക്കാരന്റെ ചോയ്സ് കൂടി. ദെൻ നെക്സ്റ്റ് പോയിന്റിലോട്ട് പോയി കഴിഞ്ഞാൽ എഫക്ട് ഓൺ ബിസിനസ് സൈക്കിൾ. ഒരു ബിസിനസ്സുകാരന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കിയാൽ എന്താണ്? ഡ്യൂറിംഗ് റിസഷൻ അഡ്വർടൈസർ ഇൻക്രീസ് ദെയർ അഡ്വർടൈസിംഗ് എക്സ്പെൻഡിച്ചർ ടു മാനേജ് ഡിക്രീസ് സെയിൽസ്. ബിസിനസ് എപ്പോഴും എന്താണ് സ്റ്റേബിൾ ആയിട്ട് പോകില്ല. ചിലപ്പോൾ അത് പീക്കിലെത്തും, ചിലപ്പോൾ അത് ഏറ്റവും താഴോട്ട് പോകും. അപ്പം റിസഷൻ സംഭവിക്കാം, ബൂം സംഭവിക്കാം, പിന്നെ എന്താണ് റിക്കവറി ഉണ്ടാകാം. ഇങ്ങനെ പല സ്റ്റേജസിലൂടെയാണ് നമ്മുടെ ബിസിനസ് കടന്നു പോകുന്നത്. അപ്പൊ റിസഷന്റെ സമയമാണെങ്കിൽ ആൾക്കാരുടെ ആരുടെയും പൈസ ഇല്ല, അല്ലെങ്കിൽ എന്താണ് ബിസിനസ് വളരെ ഡള്ളായിട്ട് പോവുകയാണ്, സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നില്ല. സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യണം. എന്ത് ചെയ്യും? അഡ്വർടൈസർ ഇൻക്രീസ് ദെയർ അഡ്വർടൈസിംഗ് എക്സ്പെൻഡിച്ചർ. അഡ്വർടൈസ്മെന്റിന് വേണ്ടി കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാകും. എന്തിനു വേണ്ടിയാ? മാനേജ് ഡിക്രീസിംഗ് സെയിൽ. നമ്മുടെ നഷ്ടപ്പെട്ടു പോയ സെയിൽസിനെ വീണ്ടെടുക്കാൻ എല്ലാ അഡ്വർടൈസറും എന്ത് ചെയ്യും? കൂടുതൽ എമൗണ്ട് അഡ്വർടൈസ്മെന്റിലോട്ട് സ്പെൻഡ് ചെയ്യും. ഇനി തിരിച്ചത് അതിന്റെ പീക്കിലോട്ട് എത്തിയാൽ, ബൂം പീരീഡിലോട്ട് വന്നാൽ റെഡ്യൂസ് ദ എക്സ്പെൻസ്. അല്ലെ? ഓണമാകുമ്പോഴത്തേക്ക് നമുക്കറിയാം കൂടുതൽ എന്താണ് ഈ ടെക്സ്റ്റൈൽ ഷോപ്പുകൾ എടുത്താൽ ഓണമാകുമ്പോൾ കൂടുതൽ ഓഫറുകൾ കൊടുക്കില്ല. കാര്യം എന്തുകൊണ്ടാണ്? ഓണത്തിന് മാർക്കറ്റിൽ ഓൾറെഡി ഡിമാൻഡ് ഉണ്ട്, സെയിലുണ്ട്, ആൾക്കാരൊക്കെ എന്താണ് ഓണക്കോടി പർച്ചേസ് ചെയ്യുമെന്ന് അവർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ, ആ മാർക്കറ്റിന്റെ ട്രെൻഡ് അങ്ങനെ ആയതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? അഡ്വർടൈസ്മെന്റ് മാക്സിമം കുറയ്ക്കും. ഇതേ കമ്പനികൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെ ഇതേ ടെക്സ്റ്റൈൽ ഷോപ്പുകൾ തന്നെ ഓണം കഴിഞ്ഞ ഒരു ഓഫ് സീസണിലോട്ട് പോകുമ്പോൾ വീണ്ടും ഓഫറുകളായിട്ടും ഡിസ്കൗണ്ടുകളായിട്ടും ഒക്കെ എന്താണ് അഡ്വർടൈസ്മെന്റുമായിട്ട് മാർക്കറ്റിൽ എത്തും. കാര്യം എന്താണ്? ഡിക്രീസിംഗ് സെയിലിനെ മാനേജ് ചെയ്യണം.
അപ്പൊ ബിസിനസ് സൈക്കിളിനെ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക്, അല്ലെങ്കിൽ സിങ്ക്രണൈസിങ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട്, സിങ്ക്രോ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട്, ബാലൻസിങ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, നമ്മുടെ ഡിമാൻഡിനെ സപ്ലൈ നമുക്ക് ബാലൻസ് ചെയ്യാനൊക്കെ നമുക്ക് ഈ പറഞ്ഞ അഡ്വർടൈസ്മെന്റ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ മാർക്കറ്റിൽ എന്താണ്, ബിസിനസിനെ മാനേജ് ചെയ്യാനായിട്ട്, ബിസിനസ്സിൽ എന്താണ് സെയിൽസ് കൊണ്ടുവരാനായിട്ട്, ബിസിനസ് സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും അഡ്വർടൈസ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് ഈ പറയുന്നു എഫക്ട് ഓൺ നാഷണൽ ഇൻകം. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോസിബിൾ ആണെങ്കിൽ നമ്മുടെ നാഷണൽ ഇൻകത്തിന് വലിയൊരു എഫക്ട് ഉണ്ടാകും. അത് എക്കോണമിയിൽ ഒരു വലിയ ചേഞ്ചസ് ഉണ്ടാകും. അഡ്വർടൈസിംഗ് ക്രിയേറ്റ് ഡിമാൻഡ്. അഡ്വർടൈസിംഗ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻക്രീസസ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ്. നമ്മുടെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് സൈസ് എക്സ്പാൻഡ് ചെയ്യുന്നു പറഞ്ഞു. മാർക്കറ്റ് സൈസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എന്താണ്, അവിടെ മാസ് പ്രൊഡക്ഷൻ അല്ലെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ പോസിബിൾ ആണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ പോസിബിൾ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ തന്നെ എന്താണ് ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. ധാരാളം ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. മേഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ധാരാളം എന്താണ് പ്രോഡക്റ്റുകൾ ഇന്ന് കാണാറുണ്ട്. അപ്പൊ അതുവഴിയൊക്കെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി എക്സസ് വരുന്ന പ്രോഡക്റ്റുകൾ നമുക്ക് എന്താണ് എക്സ്പോർട്ട് ചെയ്യാം. ഇത്രയും നാൾ നമ്മൾ മെയ്ഡ് ഇൻ ചൈനയിൽ നിന്നും, മെയ്ഡ് ഇൻ സൗത്ത് കൊറിയയിൽ നിന്നും, മെയ്ഡ് ഇൻ ആഫ്രിക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്താണ് ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന പല പ്രോഡക്റ്റുകളും, പല ടോയ്സും എടുത്തു കഴിഞ്ഞാൽ, പല പ്രോഡക്റ്റുകളും എടുത്തു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് നമ്മുടെ രാജ്യത്ത് തന്നെ ഉത്പാദിപ്പിക്കാനും എക്സസ് ഉള്ളത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അഡ്വർടൈസ്മെന്റ് കൊണ്ടുവന്ന അടുത്ത ഇമ്പാക്ട് എന്ന് പറയുന്നത്. ഓൾ ദീസ് ലീഡ് ടു ഇൻക്രീസ് ഇൻ നാഷണൽ ഇൻകം. ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മുടെ എന്താണ് നാഷണൽ ഇൻകത്തിനകത്ത് കോൺട്രിബ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. അപ്പം എഫക്ട് ഓൺ നാഷണൽ ഇൻകം. ഇനി എങ്ങനെയാണ് അഡ്വർടൈസ്മെന്റ് അടുത്ത ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്? എഫക്ട് ഓൺ യൂട്ടിലിറ്റി. അഡ്വർടൈസിംഗ് ക്രിയേറ്റ് ടൈം, പ്ലേസ് ആൻഡ് ദ പെർസെപ്ഷൻ യൂട്ടിലിറ്റി. അഡ്വർടൈസ്മെന്റ് വന്നതോടുകൂടി നമുക്ക് എന്താണ് ടൈം യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ, പ്ലേസ് യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ, പെർസെപ്ഷൻ യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇൻ കേസ് ഓഫ് സീസണൽ പ്രോഡക്റ്റ് ഇറ്റ് ക്രിയേറ്റഡ് ടൈം യൂട്ടിലിറ്റി ബൈ ക്രിയേറ്റിംഗ് ഡിമാൻഡ് ഇവൻ ഇൻ ഓഫ് സീസൺ പീരീഡ്. ഓഫ് സീസണൽ പീരീഡിൽ പോലും നമ്മൾ സീസണൽ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ സീസണൽ പ്രോഡക്റ്റുകൾ നമുക്കറിയാം ആ സീസണിൽ മാത്രമേ സെയിൽ നടക്കത്തുള്ളൂ. പക്ഷെ ഓഫ് സീസണിൽ എന്താണ് സെയിൽസ് ഉണ്ടാക്കാൻ, തൊട്ട് മുന്നേ ഞാൻ AC-യുടെ കാര്യം പറഞ്ഞു. സമ്മർ സീസണിൽ ഏറ്റവും കൂടുതൽ സെയിൽ ഉണ്ടാക്കുകയും അതേസമയം എന്താണ് മൺസൂൺ ആകുമ്പോഴത്തേക്ക് അത് സെയിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന, ഓഫ് സീസൺ ആയിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ആ പ്രോഡക്റ്റിന് നമുക്ക് എന്താണ് മൺസൂൺ കാലത്ത് മൺസൂൺ ഓഫറുകൾ കൊടുത്തുകൊണ്ട് കൺസ്യൂമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നു. ഇന്ന് പറയുന്നത് എന്താണ്, ടൈം യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. എപ്പം കൺസ്യൂമർ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്ന് തീരുമാനിപ്പിക്കാൻ അഡ്വർടൈസ്മെന്റ് സാധിക്കും. നമ്മുടെ ബിഗ് ബില്യൺ ഡേയും ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവരെല്ലാം ചെയ്യുന്ന എന്താണ്, നമ്മളെ ടൈം യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ, നമ്മളെ കൊണ്ട് ആ പീരീഡിൽ പർച്ചേസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ്, പ്ലേസ് യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് പ്ലേസ് യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്? പ്ലേസ് യൂട്ടിലിറ്റി ബൈ ക്രിയേറ്റിംഗ് ഡിമാൻഡ് ഇൻ ദോസ് മാർക്കറ്റ് വെയർ പ്രോഡക്റ്റ് ഈസ് നോട്ട് സോൾഡ് ഏർലിയർ. അപ്പൊ ഇതുവരെ നമ്മൾ എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത, അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് എന്താണ് പ്ലേസ് ചെയ്യാത്തൊരു മാർക്കറ്റിൽ പുതിയ പ്രോഡക്റ്റുകൾ എത്തിക്കാൻ നമ്മൾ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്, അഡ്വർടൈസ്മെന്റ് ആണ്. അപ്പൊ ഞാനൊരു പ്രോഡക്റ്റുമായിട്ട് പുതിയൊരു മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ ആ മാർക്കറ്റിലുള്ള എന്റെ ടാർഗറ്റ് ഓഡിയൻസ് അറിയണം ഈ പ്രോഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നുണ്ട്, ഇന്ന പ്ലേസിൽ ചെന്നാൽ പ്രോഡക്റ്റ് അവൈലബിൾ ആകുമെന്ന് അറിയണമെങ്കിൽ ആ പ്ലേസ് യൂട്ടിലിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. ആ പ്ലേസ് യൂട്ടിലിറ്റി എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും? ത്രൂ അഡ്വർടൈസ്മെന്റ്. സോ ഇപ്പം വാഹനങ്ങളുടെ ഷോറൂമുകൾ എടുത്തു കഴിഞ്ഞാൽ ചില ഷോറൂമുകൾ എന്താണ് കേരളത്തിൽ ചിലപ്പം 2-3 സ്ഥലങ്ങളിലേ കാണത്തുള്ളൂ. അപ്പം കൺസ്യൂമേഴ്സിന് അറിയില്ല ഈ പ്രോഡക്റ്റ് നമ്മുടെ നിയറസ്റ്റ് പ്ലേസിൽ എത്തിയിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ പുതിയ ഷോറൂം ഓപ്പൺ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കും. എന്തിനു വേണ്ടിയാണ്? മാക്സിമം ആൾക്കാരിലോട്ട് ഈ പറഞ്ഞ അല്ലെ മാക്സിമം ടാർഗറ്റ് ഓഡിയൻസിലോട്ട് ഇതിന്റെ ഫ്ലെക്സിബിലിറ്റി എത്തിക്കാനായിട്ട് കൂടുതൽ ആൾക്ക് എന്താണ് ഈസി ആയിട്ട് പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യിപ്പിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് പെർസെപ്ഷൻ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അല്ലെ പെർസെപ്ഷൻ യൂട്ടിലിറ്റി ബൈ മേക്കിംഗ് എ പോസിറ്റീവ് ഇമേജ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ഓഡിയൻസ്. ചില പ്രോഡക്റ്റുകൾ ആയുർവേദിക് ആണെന്ന് നമ്മളെ മനസ്സിലാക്കുന്നത്, ചില പ്രോഡക്റ്റുകൾ ഫ്രാഗ്രൻസിന്, ഇപ്പൊ സോപ്പിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ, മെഡിമിക്സ് എടുത്താൽ, ഹമാം എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് ചന്ദ്രിക എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ എന്താണ് ആയുർവേദിക് ആണെന്നും, അതുപോലെ തന്നെ എന്താണ് ലെക്സ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് ബ്യൂട്ടി ആണെന്നുള്ളതും, പിയേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ബ്യൂട്ടി ആണ്, ഫെയർനെസ് ആണെന്നുള്ളതും, ചില പ്രോഡക്റ്റുകൾ ഫ്രാഗ്രൻസിന് വേണ്ടിയുള്ളതാണെന്നും ഒക്കെ നമ്മളെ മനസ്സിലാക്കി തന്നിരിക്കുന്നത് അഡ്വർടൈസ്മെന്റിലൂടെയാണ്. അഡ്വർടൈസ്മെന്റ് നമ്മളിൽ എന്താണ് ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യണം, ഒരു പെർസെപ്ഷൻ യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണ്, ഒരു പോസിറ്റീവ് ഇമേജ്.
അല്ലെങ്കിൽ നമുക്കൊരു വേദന വന്നു കഴിഞ്ഞാൽ ആ വേദനയ്ക്ക് എന്താണ് നമുക്ക് ഓർത്തോതെറപ്പി യൂസ് ചെയ്യാം എന്നുള്ളൊരു പെർസെപ്ഷൻ നമുക്ക് വന്നിരിക്കുന്നു. അല്ലെങ്കിൽ എന്താണ് പല്ലുകൾക്ക് പുളിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൻസോഡൈൻ യൂസ് ചെയ്യാം എന്ന് പറയുന്ന ഒരു പെർസെപ്ഷൻ യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അപ്പം നമ്മുടെ മനസ്സിൽ എന്താണ് പല യൂട്ടിലിറ്റികൾ ക്രിയേറ്റ് ചെയ്യാൻ, അത് ടൈം യൂട്ടിലിറ്റി ആയിരിക്കാം, പ്ലേസ് യൂട്ടിലിറ്റി ആയിരിക്കാം, പെർസെപ്ഷൻ യൂട്ടിലിറ്റി ആയിരിക്കാം, കൺസ്യൂമേഴ്സിന്റെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടാക്കിക്കൊണ്ട് പ്രോഡക്റ്റിന്റെ സെയിൽസിനെ മാക്സിമൈസ് ചെയ്യിപ്പിക്കാനായിട്ട് അതുവഴി എന്താണ് എക്കോണമിയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ അഡ്വർടൈസ്മെന്റ് സാധിക്കുന്നു എന്നതാണ് അടുത്ത പോയിന്റ് ആയിട്ട് പറഞ്ഞത്. നെക്സ്റ്റ് വൺ പറയുന്നതാണ് എഫക്ട് ഓൺ എംപ്ലോയ്മെന്റ്. തീർച്ചയായിട്ടും എന്താണ് അഡ്വർടൈസിംഗ് ജനറേറ്റ് ബോത്ത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എംപ്ലോയ്മെന്റ് ടു വേരിയസ് പേഴ്സൺ ഇൻ ദ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റി എടുത്തു കഴിഞ്ഞാൽ അഡ്വർടൈസ്മെന്റ് ഉള്ളത് കൊണ്ട് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നോക്കിയാൽ എന്താണ് അഡ്വർടൈസിംഗ് ഏജൻസികളുണ്ട്, ഇവിടെ വർക്ക് ചെയ്യുന്ന കോപ്പി റൈറ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നതാണ് പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവിടുത്തെ ഡയറക്ടേഴ്സ് ഉണ്ട്, അവിടുത്തെ കോപ്പി റൈറ്റേഴ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള ധാരാളം ആൾക്കാർ ഡയറക്റ്റ് ആയിട്ട് അഡ്വർടൈസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ വന്നു കഴിഞ്ഞാൽ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് മീഡിയ പേഴ്സൺസ് അല്ലെങ്കിൽ വെൻഡേഴ്സ് സപ്ലൈസ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ. മീഡിയ ഒക്കെ എന്താണ് അഡ്വർടൈസ്മെന്റുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അവിടെ പ്രിന്റ് മീഡിയ വരുന്നു, വിഷ്വൽ മീഡിയ വരുന്നു, ഇവയൊക്കെ കണക്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്. ഇനി അതിന് വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് അഡ്വർടൈസ്മെന്റ് ഉള്ളത് കൊണ്ട് നമ്മൾ പറഞ്ഞു മാസ് പ്രൊഡക്ഷൻ നടക്കുന്നു. സ്വാഭാവികമായിട്ടും മാസ് പ്രൊഡക്ഷൻ നടത്തുമ്പോൾ കൂടുതൽ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ ആവശ്യമായിട്ട് വരുന്നു, കൂടുതൽ എന്താണ് ഇൻഡസ്ട്രിയലൈസേഷൻ നടക്കുന്നു, അതുവഴി കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നു. അപ്പം ഈ ഏരിയയിലൊക്കെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ജനറേറ്റ് ചെയ്യാനായിട്ട് വെയർ ഹൗസ് വഴി എന്താണ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ജനറേറ്റ് ചെയ്യാനായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ വഴി എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ജനറേറ്റ് ചെയ്യാനൊക്കെ ആർക്ക് സാധിക്കുന്നുണ്ട്? അഡ്വർടൈസ്മെന്റിന് സാധിക്കുന്നു. അഡ്വർടൈസ്മെന്റ് ഉള്ളത് കൊണ്ട് ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി സൊസൈറ്റിയിൽ എന്താണ് നമ്മുടെ എക്കോണമിയിൽ ധാരാളം തൊഴിലവസരങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ് അടുത്ത പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്? എഫക്ട് ഓൺ പ്രോഡക്റ്റ് ക്വാളിറ്റി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് മാർക്കറ്റിൽ അഡ്വർടൈസ്മെന്റ് ഇല്ല, നമുക്ക് യാതൊരു പ്രോഡക്റ്റിന്റെ ഫീച്ചേഴ്സോ ബെനിഫിറ്റോ അല്ലെങ്കിൽ യാതൊരു പ്രോഡക്റ്റ് ഇൻഫർമേഷനോ നമുക്ക് അവൈലബിൾ അല്ല, അവെയർ അല്ല, എഡ്യൂക്കേറ്റഡ് അല്ല. തീർച്ചയായിട്ടും നമ്മൾ ചൂഷണം ചെയ്യപ്പെടും. ലോ ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നുകൊണ്ട് ഇതാണ് ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞ് നമ്മളെ ചൂഷണം ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഇന്ന് എന്താ സംഭവിക്കുന്നത്? അഡ്വർടൈസിംഗ് പ്രൊമോട്ട് കോമ്പറ്റീഷൻ. അഡ്വർടൈസിംഗ് വന്നുകൊണ്ട് തീർച്ചയായിട്ടും മാർക്കറ്റിൽ കോമ്പറ്റീഷൻ ഉണ്ടായി. അത് എവരി അഡ്വർടൈസർ വാണ്ട് ടു സക്സീഡ് ഇൻ ദിസ് കോമ്പറ്റീഷൻ. എല്ലാ എന്താണ് അഡ്വർടൈസറും ചെയ്യുന്നത്, അല്ലെങ്കിൽ എല്ലാ മാനുഫാക്ചറും മാർക്കറ്ററും ചെയ്യുന്നത് എന്ത് തന്നെയാണ്? ഈ കോമ്പറ്റീഷനിൽ സക്സീഡ് ചെയ്തു പോകണം. ഫോർ ദിസ് they must produce a product with a superior quality. അതുകൊണ്ട് അവർ എന്താ ചെയ്യുന്നത്? സുപ്പീരിയർ ക്വാളിറ്റി പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. നമ്മൾ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തിച്ചു, ആ പ്രോഡക്റ്റുമായിട്ട് ആ കമ്പനിയുടെ അല്ലെങ്കിൽ ആ എന്താണ് ബ്രാൻഡിന്റെ ലൈഫ് ലോങ് നമുക്ക് മുന്നോട്ട് പോകാന്ന് വിചാരിക്കാൻ പറ്റില്ല. നമ്മൾ PLC ഒക്കെ പഠിച്ചിട്ടുണ്ട്, പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. അതിനൊരു ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ഉണ്ട്, ഒരു ഗ്രോത്ത് സ്റ്റേജ് ഉണ്ട്, മച്യൂരിറ്റി ഉണ്ട്, ഡിക്ലൈൻ ഉണ്ട്. അപ്പൊ ആ സ്റ്റേജസിലൂടെ കടന്ന ആ പ്രോഡക്റ്റ് എന്താണ് മാർക്കറ്റിൽ നിന്ന് ഔട്ട് ആവും. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? പുതിയ പുതിയ പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ എത്തിച്ചുകൊണ്ട്, സുപ്പീരിയർ ക്വാളിറ്റി മാർക്കറ്റിൽ എത്തിച്ചുകൊണ്ട്, നിലവിലുള്ള പ്രോഡക്റ്റുകളെ മോഡിഫൈ ചെയ്തെന്നാണ് ഏറ്റവും ബെസ്റ്റ് ആക്കിക്കൊണ്ട് എനിക്ക് മുന്നോട്ട് പോയാൽ മാത്രമേ മാർക്കറ്റിൽ സക്സീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളൊക്കെ യൂസ് ചെയ്യുന്നതാണ് വാട്സാപ്പ്. എല്ലാവരും 5 വർഷം മുമ്പ് അല്ലെങ്കിൽ 10 വർഷം മുമ്പ് നമ്മൾ യൂസ് ചെയ്തൊരു വാട്സാപ്പ് അല്ല ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന വാട്സാപ്പ് എന്ന് പറയുന്നത്. അന്ന് നമ്മൾ വെറും എന്താണ് ഒരു ചാറ്റിന് വേണ്ടി അല്ലെങ്കിൽ എന്താണ് കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്രം യൂസ് ചെയ്തിരുന്നതിന്റെ ഫീച്ചേഴ്സ് ഇന്ന് മാറി ചാറ്റിൽ നിന്ന് മാറി വീഡിയോ കോളിലോട്ട് വന്നു, അല്ലെങ്കിൽ എന്താണ് വോയിസ് കോളിലോട്ട് വന്നു, പേയ്മെന്റ് ഓപ്ഷൻ വന്നു, ദെൻ അത് പല ഫീച്ചേഴ്സിലോട്ട് വന്നു എന്താണ് ഇന്ന് ഓരോ പ്രാവശ്യവും അപ്ഡേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും പുതിയ ഫീച്ചറുകൾ വരുക. നമ്മുടെ പ്രോഡക്റ്റ് ക്വാളിറ്റി കുറച്ചുകൂടെ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നു. ഗ്രൂപ്പ് കോൾ വിളിക്കാനായിട്ട് സാധിക്കുന്നു, ഗ്രൂപ്പ് വീഡിയോ കോളിംഗ് ചെയ്യാനായിട്ട് സാധിക്കുന്നു, ദെൻ അതുപോലെ തന്നെ എന്താണ് ലൈവായിട്ട് നമുക്ക് വീഡിയോസ് അയക്കാനായിട്ട് സാധിക്കുന്നു, ദെൻ ഫോട്ടോസ് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇങ്ങനെ തുടങ്ങി എന്താണ് അതിന്റെ ഫീച്ചേഴ്സ് ഓരോ പ്രാവശ്യം കഴിയുന്നതോറും അതിന്റെ ക്വാളിറ്റി തുടക്കമുണ്ടായിരുന്നതിനേക്കാൾ ബെറ്റർ ആക്കാൻ ശ്രമിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? എപ്പറ്റി അഡ്വർടൈസർ വാണ്ട് ടു സക്സീഡ് ഇൻ ദ കോമ്പറ്റീഷൻ. ഈ കോമ്പറ്റീഷനിൽ സക്സീഡ് ചെയ്യണമെങ്കിൽ ക്വാളിറ്റി പ്രോഡക്റ്റ് എത്തിക്കണം. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അഡ്വർടൈസ്മെന്റ് വന്നത് കൊണ്ട് നമുക്ക് സുപ്പീരിയർ ക്വാളിറ്റി പ്രോഡക്റ്റ് ലഭിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് എന്താണ്? ഒരു 11 പോയിന്റുകളാണ്. എന്തിനെ സംബന്ധിക്കുന്നതാണ്? എക്കണോമിക് ഇമ്പാക്ട് ഓൺ സൊസൈറ്റി, അല്ലെങ്കിൽ എക്കണോമിക് ഇമ്പാക്ട് ഇൻ അഡ്വർടൈസ്മെന്റ്. അഡ്വർടൈസ്മെന്റ് വഴി എക്കോണമിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഇമ്പാക്ട് എന്താണെന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. സോ അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ പോയിന്റുകളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. എന്താണ് അഡ്വർടൈസ്മെന്റ് ഉള്ളത് കൊണ്ട് എന്തൊക്കെ ഇമ്പാക്ട് ആണ് ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു എക്കോണമിയിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.